ഈ കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശീകരിക്കപ്പെട്ടു. അതിലെ ഒരു കള്ളൻ യേശുവിനെ നിരന്തരം തള്ളിപ്പറയുകയും യേശുവിനെ നിരന്തരം ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ മറ്റേ കള്ളനാകട്ടെ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ കള്ളൻ കർത്താവിനോട് നിലവിളിച്ചു. എന്നാൽ ഈ മനുഷ്യൻ ചർച്ചിൽ പോകുന്നതും നല്ല പ്രവൃത്തിയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എങ്കിലും കർത്താവ് അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഈ രക്ഷയ്ക്കായി താനൊന്നും പരിശ്രമിച്ചിട്ടില്ല, അത് നേടിയെടുക്കുവാൻ താൻ യോഗ്യനുമായിരുന്നില്ല. എങ്കിലും തനിക്കത് ലഭിച്ചു. ഇന്ന് കർത്താവിനോടുകൂടെ പറുദീസയിലിരിക്കത്തക്ക നിലയിൽ ദൈവം തന്നോട് കനിഞ്ഞു. അതാണ് കൃപയുടെ ശക്തി എന്ന് പറയുന്നത്. രക്ഷയ്ക്കായി നാം ഒന്നും ചെയ്തില്ലെങ്കിലും, അതിന് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അതിന് നാം യോഗ്യരല്ലെങ്കിലും, അതാണ് ദൈവം നൽകുന്ന കൃപ, അതാണ് ദൈവം നൽകുന്ന രക്ഷ, അതാണ് കൃപയുടെ ശക്തി എന്നുള്ളതാണ്. ഇതുവരെയും ആ രക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനായി കർത്താവിൻ്റെ അരികിലേക്ക് വരിക. ആ രക്ഷ നമുക്ക് ദൈവം സൗജന്യമായി നൽകിയെങ്കിൽ അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.